മോർണിംഗ്. അപ്പോൾ ഇന്ന് മൺഡേ. ഇന്ന് രാവിലെ നമ്മൾ പുട്ടും പയറും ആണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. കാരണം ഇന്നലെ ആട്ടണം എന്ന് വിചാരിച്ചാണ്, ഞാൻ ആട്ടാനിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇഡ്ഡലി ആയിരുന്നേനെ. അപ്പോൾ വെച്ച് നാളെ ഇഡ്ഡലി ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പയർ കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. ഞാൻ ചട്ടി വെച്ചു. എന്താ പറയുക, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് വേപ്പില, ഇതെല്ലാം കൂടി ചട്ടിയിലിട്ട് വഴറ്റിയാണ് വെളിച്ചെണ്ണ. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ആദ്യം, കുറച്ച് ചതച്ച മുളക് പൊടി ഇട്ടു. പിന്നെ ഇപ്പോൾ ഇത്തിരി കളറ് കുറവാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി, കാശ്മീരി ചില്ലിയും കൂടി ചേർത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടെ അതിലേക്ക് തട്ടി. അപ്പോൾ ചെറുപയർ പിന്നെ ഈ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുക എല്ലാം കൂടെ മിക്സ് ചെയ്ത്, സാധാരണ ഇവിടെ ഈ ഒരു ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് കുറച്ചും കൂടെ ഇത്തിരി എന്താ പറയുക ലൂസായിട്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യും. ഇത്തിരിയും കൂടെ സാധാരണ നമ്മൾക്ക് ആർക്കും ഇങ്ങനെ എന്താ പറയുക ചെറുപയർ കറി വെക്കുന്നത് ഇഷ്ടമല്ല. കറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചാറായിട്ട് വെക്കുന്നത് ഇഷ്ടമല്ല. ഈ ഒരു ടൈപ്പാണ് ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പം അമ്മയ്ക്ക് പുട്ട് കഴിക്കാൻ അമ്മ പപ്പടമൊന്നും കൂട്ടില്ല. അപ്പം കുറച്ചും കൂടെ ചാറായ നന്നായിരിക്കും വെച്ചാൽ പിന്നെ അത് കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുക്കറിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ഇതാക്കിയിട്ട് കുറച്ചുകൂടെ വാട്ടർ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇത്തിരി ഒരു കുഴകുഴാന്നിരിക്കുന്ന ഇതാകുമ്പോഴത്തേക്കും ഹസ്ബൻഡൊന്നും തൊട്ട് നോക്കൂല. എന്നാലും പിന്നെ അമ്മയുടെ ഇത് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇതാകുമ്പോൾ ഇനിയിപ്പോൾ ചോറിന് പറ്റിയ കറി ഉച്ചയ്ക്കില്ലെങ്കിലും ഇത് കൂട്ടി അമ്മ കഴിച്ചോളും. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് ഷുഗറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേറെ പച്ചക്കറി പ്രത്യേകിച്ച് നല്ല നല്ല ഐറ്റംസ് ഒന്നും പുള്ളിക്കാരത്തി കഴിക്കില്ല. മീൻ കഴിക്കില്ല, ചിക്കൻ കൂട്ടില്ല. അപ്പോൾ പിന്നെ പയർ കുറച്ച് നല്ലതാണല്ലോ, പോഷകമുള്ളതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പുള്ളിക്കാരത്തിക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും ചോറിനായിട്ട്. അപ്പോൾ വേണമെങ്കിൽ കറി ഉണ്ടാവും എന്തായാലും, എന്നാലും അത് കൂട്ടിക്കോളും. പുട്ടാണ് കേട്ടോ ഇന്ന്. പുട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രാതല്. നമുക്ക് എന്നും ഇവിടെ പുട്ടും ദോശ ഇഡ്ഡലി ആയിരിക്കും. ഇന്നലെ മാത്രമാണ് വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കൽ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കൽ കുറച്ച്. എളുപ്പപ്പണിയാണ് എപ്പോഴും ചെയ്യണേ. അപ്പം ഞാൻ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അപ്പം ഇതിപ്പോൾ എനിക്കെടുത്തതാ കേട്ടോ. ഒരു കഷ്ണം പുട്ട് എനിക്ക് അമ്മൂനും വേണ്ടിയിട്ട് എടുത്തതാണ്. കുറച്ച് ഇത്തിരി പയർ, കുറച്ച് പയർ, പിന്നെന്താ, പിന്നെ പഴവും പപ്പടം എപ്പോഴും ഉണ്ടാവും. നമ്മൾ കറി വയ്ക്കൽ ചായ, കണ്ട ഒരു ഗ്ലാസ് ചായ, പപ്പടം, പിന്നെ പഴവും കൂടി ഒരു ഭംഗിക്ക് പഴവും കൂടി ഇരിക്കട്ടെ എന്ന് വെച്ചു. സാധാരണ ഇവിടെ പുട്ടുണ്ടാക്കുമ്പോൾ കറി ഇടയ്ക്ക് നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലയും ചെറുപയറുവാണെങ്കിൽ അമ്മ കൂട്ടും, വേറെ ഒന്നും അമ്മ കൂട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ കടലയുണ്ട്. ഇന്നലെ കടലക്കറി ആയിരുന്നു, ആ കറി ഇരിപ്പുണ്ടെന്നാലും ഇന്നിപ്പോൾ പയർ വെച്ചു. അപ്പോൾ പഴം പപ്പടം എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ ഉണ്ടാവും. പക്ഷേ എങ്കിലും എന്താ പറയുക, ഇന്ന് ചെറുപയർ വെച്ചു. അപ്പോൾ ഞാൻ കഴിക്കാൻ കേട്ടോ. അപ്പം ഞാൻ കഴിക്കുന്നതിലുപരി ഞാൻ എൻ്റെ ഇളയ പുത്രിക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എനിക്കത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഈ വാരി കൊടുക്കലൊന്നും. ഞാൻ വാരി കൊടുക്കാറുമില്ല. പക്ഷേ ഈ രണ്ട് കുട്ടികളും പുട്ട് കഴിക്കില്ല. അപ്പോൾ എന്താ പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് വേറെ ഫുഡ് വേണം. അപ്പോൾ കുറച്ചെങ്കിലും ഇതിൻ്റെ കാര്യം കൂടെ ഇപ്പോൾ ഓക്കെ ആവില്ല. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പകുതി പണി കഴിഞ്ഞു. പിന്നെ മൂത്തവളും കഴിക്കില്ല. അപ്പോൾ അവൾ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ
ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷം. അപ്പോൾ എന്താ പറയുക, ഹാപ്പി മൺഡേ.